നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മൾ അഭിമാനിക്കുന്നത് കർത്താവ് തന്നതിലാണ്, കർത്താവിലല്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രനെ സമ്പന്നനാക്കാനും കർത്താവിന് ഒരൊറ്റ നിമിഷം മതി. അപ്പോൾ കർത്താവ് തന്നതിൽ നമ്മൾ അഭിമാനിക്കാൻ തുടങ്ങിയാൽ, കർത്താവിനെ മറന്നിട്ട് കർത്താവ് തന്നതിൽ അഭിമാനിക്കാൻ തുടങ്ങും. ചിലരൊക്കെ അങ്ങനെ ഉള്ള സമ്പത്തിൽ അഭിമാനിക്കുന്നവരുണ്ട്, കഴിവിൽ അഭിമാനിക്കുന്നവരുണ്ട്, ആരോഗ്യത്തിൽ സൗന്ദര്യത്തിൽ പോലും അഭിമാനിക്കുന്നവരുണ്ട്. പൗലോസ് പറയുന്നത്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. കർത്താവ് തന്നതിലേക്കല്ല നമ്മുടെ ശ്രദ്ധ പോകേണ്ടതും നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടതും, മറിച്ച് കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ കർത്താവിൽ അഭിമാനിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്കുണ്ടായാൽ, എന്തെല്ലാം ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും കർത്താവിൽ അഭിമാനിക്കുന്നവൻ അവൻ ആശങ്കപ്പെടേണ്ടതില്ല, അസ്വസ്ഥപ്പെടേണ്ടതില്ല. ദൈവം നമ്മളിൽ നിക്ഷേപിച്ചതെല്ലാം നല്ലതാണ്. കാരണം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് ദൈവം നമ്മെ നിറച്ചിരിക്കുക. ഇതിൽ നമ്മൾ അധ്വാനിക്കണം, വളർത്തിയെടുക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിലൂടെ വളരാനും അങ്ങനെ ദൈവരാജ്യത്തിന്റെ അവകാശികളായി ജീവിക്കാനുള്ള വിളിയാണ് കർത്താവ് നമുക്ക് തരിക.